ഫ്രഞ്ച് കവിയായ അനറ്റോൾ ഫ്രാൻസിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. വേർ ദേ സേ എവരിവൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ, ദ ബിഗസ്റ്റ് പാർഷ്വാലിറ്റി ഈസ് ഓഫൺ ഹിഡൻ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഇടത്താണ് ഏറ്റവും വലിയ പക്ഷഭേദം ഒളിഞ്ഞിരിക്കുന്നത് എന്ന ആ ഒരു കാര്യം. വിഷയം പക്ഷഭേദമാണ്. ടീം ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പകൽ വെളിച്ചത്തിൽ മാത്രമല്ല രാവിരുട്ടിൽ പോലും തെളിയുന്ന പക്ഷഭേദം. കോച്ചും ടീം മാനേജ്മെൻറ്റുമെല്ലാം ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്യുമ്പോഴും ടീം അംഗങ്ങളെ ടീമിൽ നിലനിർത്തുമ്പോഴും അവർക്ക് പിന്നെയും ചാൻസുകൾ നൽകുമ്പോഴും പലപ്പോഴും പറയാറുള്ളത് ഞങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ്, കൃത്യമായ നിയമം അനുസരിച്ചാണ്, എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് ഈ ടീമിനെ സെലക്ട് ചെയ്യാറുള്ളത് എന്നാണ്. എന്നാൽ അത് അങ്ങനെയാണോ ശരിക്കും സംഭവിക്കുന്നത്? ചില കളിക്കാർക്ക് ലഭിക്കുന്ന പ്രിവിലേജുകളും ഫോർമൗട്ടിൻ്റെ സമയത്തും ലഭിക്കുന്ന അവസരങ്ങളും മറ്റ് ചിലരുടെ കാര്യത്തിലെ ഇരട്ടത്താപ്പും തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഉദാഹരണത്തിന് ഒരേ കാര്യത്തിന് ഒരേ ഫോർമൗട്ടിന് രണ്ട് താരങ്ങളോട് കാണിക്കുന്ന സമീപനം തന്നെ നമുക്ക് നോക്കാം. വെറും 3 മത്സരങ്ങളുടെ ഫോർമൗട്ടിൻ്റെ പേരിൽ അതിനുശേഷം സഞ്ജു വി സാംസനെ പുറത്തിരുത്തിയ ടീം മാനേജ്മെൻറ്റും സെലക്ടർമാരും കഴിഞ്ഞ കുറേയേറെ മത്സരങ്ങളിലായി നിരാശപ്പെടുത്തുന്ന അഭിഷേകിനോട്, സഹ ഓപ്പണറായ അഭിഷേകിനോട് കാണിക്കുന്നത് ഫേവറിറ്റിസം തന്നെയാണ്, തികഞ്ഞ പാർഷ്വാലിറ്റി തന്നെയാണ്. ടീം ഇന്ത്യ സിംബാബ്വെ ഒരുപക്ഷെ ഈ പരമ്പരയിൽ തകർത്തിരിക്കാം, പരമ്പര നേടിയിരിക്കാം. ഈ നേട്ടത്തിനിടയിൽ അഭിഷേകിൻ്റെ മോശം സ്കോറുകൾ ചിലപ്പോൾ ചർച്ചയാകാതെ പോയിരിക്കാം. എന്നാൽ സഞ്ജുവിനോട് ചെയ്ത അനീതിയും അഭിഷേകിൻ്റെ കാര്യത്തിലുള്ള ഫേവറിറ്റിസവും ചർച്ച ചെയ്യപ്പെട്ടില്ലെങ്കിൽ അത് തീർച്ചയായും അനീതിയായിരിക്കും. ഇതിനർത്ഥം ഒരിക്കലും അഭിഷേകിനെ ഈ ടീമിൽ നിന്നും പുറത്താക്കണമെന്നല്ല. വേൾഡ് ക്ലാസ് ഓപ്പണർ തന്നെയാണ് അഭിഷേക് ശർമ്മ. ലോക 2ാം നമ്പർ താരമാണ്, എതിർ ബോളർമാരുടെ പേടി സ്വപ്നമാണ്, അഗ്രസീവ് സ്റ്റൈലിൽ ബാറ്റ് ചെയ്യുന്ന താരമാണ്, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ സഞ്ജുവിനെ പുറത്താക്കാൻ ഒരു മാനദണ്ഡം BCCI മുന്നോട്ട് വെച്ചപ്പോൾ അഭിഷേകിന് ആ മാനദണ്ഡം ആപ്ലിക്കബിൾ ആവാത്തതിൻ്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ വിഷയം. സിംബാബ്വെക്കെതിരായ മത്സരം വൈഭവിൻ്റെ തകർപ്പൻ ഇന്നിങ്സോടെ 3ാം T20യും ഇന്ത്യ ജയിച്ചുകൊണ്ട് ഈ പരമ്പര സ്വന്തമാക്കിയെങ്കിലും അഭിഷേകിൻ്റെ ഫോം ഒരു വിഷയം തന്നെയാണ്. തുടർച്ചയായി ഈ സീരീസിലെ 3ാം T20 മത്സരത്തിലും രണ്ടക്കം പോലും കടക്കാനാവാതെ പുറത്താവുകയായിരുന്നു ഇന്ത്യൻ ഡാഷിംഗ് ഓപ്പണർ അഭിഷേക് ശർമ്മ. 3 മത്സരത്തിലും ബ്ലെസ്സിംഗ് മുസറബാനിയായിരുന്നു അഭിഷേകിൻ്റെ വിക്കറ്റ് എടുത്തത്. ആദ്യ മത്സരത്തിൽ അദ്ദേഹം 8 പന്തിൽ 1 റൺസ് എടുത്ത സമയത്താണ് മുസറബാനി അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്നത്. 2ാം മത്സരത്തിൽ 8 പന്തിൽ 8 റൺസായിരുന്നു അഭിഷേകിൻ്റെ സംഭാവന. 3ാം മത്സരത്തിൽ 4 പന്തിൽ 2 റൺസായിരുന്നു മുസറബാനിക്ക് മുമ്പിൽ വീഴുന്നതിന് മുമ്പുള്ള അഭിഷേകിൻ്റെ സംഭാവന. എ ഫ്ലോപ്പ് സീരീസ് ഫോർ അഭിഷേക് ശർമ്മ. സത്യത്തിൽ അഭിഷേക് ഇക്കഴിഞ്ഞ കുറച്ച് കാലമായി ഫ്ലോപ്പ് തന്നെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഫെയിൽഡ് ഇൻ ദി വേൾഡ് കപ്പ്, ഫെയിൽഡ് ഇൻ ഇംഗ്ലണ്ട്, ഫെയിൽഡ് ഇൻ അയർലൻഡ്, ഫെയിൽഡ് എഗെയിൻസ്റ്റ് സിംബാബ്വെ. ഇതിൽ ലോകകപ്പിൽ 5 തവണയാണ് ഡെക്കിന് മാത്രം അഭിഷേക് എന്ന ഓപ്പണർ പുറത്തായത്. തുടരെ മോശം ഫോമിൽ ബാറ്റ് ചെയ്യുന്ന അഭിഷേക് ശർമ്മയെ സെലക്ടർമാർ സംരക്ഷിക്കുന്നതായി ആക്ഷേപിച്ചുകൊണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരാധകർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. മുൻ സെലക്ടറും നായകനുമായിരുന്ന കൃഷ്ണമാചാരി ശ്രീകാന്ത് പതിവ് പോലെ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ശ്രീകാന്ത് മാത്രമല്ല, പല മുൻ കളിക്കാരും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. സഞ്ജു സാംസനെ ഫോമിൻ്റെ പേരിൽ നിരന്തരം പുറത്താക്കുന്ന സെലക്ടർമാർ അഭിഷേകിന് അമിത പ്രാധാന്യം നൽകുകയാണ് എന്നാണ് ശ്രീകാന്ത് ആരോപിക്കുന്നത്. സമാന അഭിപ്രായം തന്നെയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറായ സഞ്ജയ് മഞ്ജുരേക്കറും പങ്കിട്ടത്. ലോകകപ്പിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജു സാംസനെ UK-യിൽ നടന്ന 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ തഴയുകയും എന്നാൽ നിരന്തരം പരാജയപ്പെടുന്ന, അതായത് ലോകകപ്പിൻ്റെ സമയത്തെ പരാജയപ്പെടുന്ന അഭിഷേകിനെ മാറ്റാതെ നിർത്തുകയും ചെയ്യുന്നു. ലോകകപ്പിന് ശേഷം ചില ഇന്നിങ്സുകളിൽ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ടെന്നത് മാറ്റി നിർത്തിയാൽ അഭിഷേക് ഒരു പൂർണ്ണ പരാജയം തന്നെയാണ് ഓപ്പണർ എന്ന രീതിയിൽ. ലോകകപ്പിലെ മൂല്യമുള്ള താരമായി തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജു അവസരങ്ങൾ കിട്ടാതെ പോവുകയും ചെയ്യുകയാണ്. അഭിഷേകിന് പക്ഷേ ഒരു സംരക്ഷണം കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ശ്രീകാന്തിൻ്റെ ചോദ്യം. ഈ സീരീസ് മാത്രമല്ല, അവസാനം കളിച്ച 5 ഇന്നിങ്സിൽ ഒന്നിൽ പോലും അഭിഷേക് 20 റൺസിൽ കൂടുതൽ എടുത്തിട്ടില്ല. ഒടുവിൽ കളിച്ച 9 T20കളിൽ നിന്നും അദ്ദേഹം സ്വന്തമാക്കിയത് വെറും 189 റൺസ് മാത്രമാണ്. T20 ലോകകപ്പിൽ അദ്ദേഹത്തിന് 8 മത്സരങ്ങളിൽ നിന്ന് നേടാനായത് 141 റൺസ് മാത്രമാണ്. ഇതിൽ 5 ഡെക്കുകൾ ഉണ്ടെന്നത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും അദ്ദേഹത്തെ ടീമിൽ ആ സമയത്ത് നിലനിർത്തിയത് T20 റാങ്കിങ്ങിൻ്റെ പേരിലായിരുന്നു. ഈ ലോകകപ്പിൻ്റെ സമയത്ത് അദ്ദേഹം 1ാം റാങ്കിലായിരുന്നു, ഇപ്പോൾ 2ാം റാങ്കിലാണ്. സഞ്ജുവിൻ്റെ കാര്യത്തിലാകട്ടെ നമ്മൾ തന്നെ ഒരുപാട് ചർച്ച ചെയ്ത് ക്ലീഷേ ആയി മാറിയ കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. T20 ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച താരമാണ് സഞ്ജു സാംസൺ. അന്ന് 5 ഇന്നിങ്സുകളിലാണ് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. ഈ 5 ഇന്നിങ്സുകളിൽ നിന്ന് മാത്രമായി അദ്ദേഹം നേടിയത് 321 റൺസാണ്. എല്ലാം മാച്ച് വിന്നിംഗ് നോക്കുകളായിരുന്നു. പിന്നീട് അയർലൻഡിനെതിരായ മത്സരത്തിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിലാണ് സഞ്ജുവിനെ പുറത്തിരുത്തിയത്. എന്നാൽ അഭിഷേകിന് ആ ഒരു പ്രത്യേക പരിഗണന നമുക്ക് ലഭിക്കുന്നത് കൃത്യമായും കാണാം. സഞ്ജുവിനാകട്ടെ പുറത്തിരുത്തലും ടീമിൽ നിന്ന് തന്നെയുള്ള പടിയടക്കലുമാണുള്ളത്.
അഭിഷേകിൻ്റെ അവസാനത്തെ 10 T20 മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് വെറും 19.10 മാത്രമാണ്. സ്ട്രൈക്ക് റേറ്റ് 167 അതിൽ ഒരു 50 മാത്രമാണുള്ളത്. ഇത് അക്കൗണ്ടബിലിറ്റിയുടെ കാലമാണ്. നമുക്കറിയാം ഇന്ത്യൻ ടീമിലും അക്കൗണ്ടബിലിറ്റി വരേണ്ട സമയം അഭിഷേകിൻ്റെ കാര്യത്തിലെങ്കിലും അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.